ഈ കോടതികളൊക്കെ തുറന്നു വെച്ചിട്ട് ആർക്ക് വേണേലും കേസ് കൊടുക്കാം എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്നിവിടെ നിലനിൽക്കുന്നത് കൊണ്ട് കൂടിയാണ് ഈ പറയുന്ന പെൻഡൻസി ഇത്രയധികം കൂടുന്നത്. പകരം തോറ്റു കഴിഞ്ഞാൽ തോക്കുന്ന ആൾ ആ ജഡ്ജി ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത ടൈമിന് മണിക്കൂർ വെച്ച് അതിൻ്റെ കോസ്റ്റും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ പകുതി. കോടതിയിൽ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തെ ഈ പറയുന്ന ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കോടതിയിലേക്ക് പോകാവൂ എന്ന ഒരവസ്ഥ ഈ കാര്യങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. കാര്യം ഈ നമ്മളുടെ പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാൻ പറ്റുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു മീഡിയേഷനിലൂടെ പറ്റുള്ളൂ. ഞാൻ പല സിറ്റുവേഷൻസിലും ഞാൻ കണ്ടിട്ടുണ്ട്, രണ്ട് ബ്രദേഴ്സ് തമ്മിൽ തർക്കം. ഈ രണ്ട് ബ്രദേഴ്സ് തമ്മിൽ തർക്കം അവിടെ പാർട്ടീഷന് സൂട്ട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഒരു മീഡിയേഷൻ സെൻറ്ററിൽ വന്നപ്പോൾ ഈ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം എന്തായിരുന്നറിയോ? അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ വന്നപ്പോൾ ചേട്ടൻ വന്നപ്പോൾ അനിയൻ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചില്ല. അതാണ് ഈ പാർട്ടീഷൻ സൂട്ടിൻ്റെ ആധാരം. അവൻ എന്നോട് ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് അന്ന് പെരുമാറി. അവൻ്റെ സംസാരവും അത്ര ശരിയായിരുന്നില്ല. അപ്പോൾ ഇയാൾ പരിചയമുള്ള ഒരു വക്കീലിനെ കണ്ടു. വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് വക്കീലിൻ്റെ കയ്യിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങളേ ഉള്ളൂ. അദ്ദേഹം ഈ ആയുധങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് പ്രയോഗിക്കും. ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഈ എഴുന്നേറ്റ് നിൽക്കാത്ത ക്വസ്റ്റ്യൻ ഒരിടത്തും ക്രോപ്പപ്പ് ചെയ്യില്ല. വർഷങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയേഷനിൽ വന്ന് ഇത് സംസാരിച്ചപ്പം ഇവൻ്റെ ഡിസ്റെസ്പെക്റ്റ്ഫുൾ ബിഹേവിയറാണ് കാരണമെന്ന് മനസ്സിലായി. അപ്പോൾ അനിയൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരിക്കലും ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞൊരു മാപ്പ് പറഞ്ഞപ്പം അതവിടെ തീർന്നു. ആ പ്രശ്നവും തീർന്നു വരുന്നുണ്ട്. ഇതേ ചേട്ടൻ നല്ല റിച്ചായിരുന്നു, കുറച്ച് പ്രോപ്പർട്ടിയും കൂടെ നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ച് സന്തോഷമായിട്ട് അവസാനിച്ചു. അപ്പോൾ ഈ ചോദ്യം ചോദിക്കാനായിട്ടുള്ള ഏർലിയസ്റ്റ് പോയിന്റ് ഇസ് ദ ലോയേഴ്സ് ഓഫീസ്. അവിടെ വരുമ്പം ഇതിനെ ബാക്കിയുള്ള ബന്ധുക്കളുടെ പ്രശ്നങ്ങളുണ്ടല്ലോ, പൂച്ച കുറുക്കിട്ടതോ എന്നൊക്കെ പറയുന്ന സാധനത്തിന് അവിടെ ഇത് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സെൻസിറ്റൈസേഷൻ വേണം. അപ്പം ഈ കേസ് പരാജയപ്പെട്ടാൽ അതിൻ്റെ കോസ്റ്റ് ബെയർ ചെയ്യണം എന്നുള്ള സിറ്റുവേഷൻ വേണം. അത്തരത്തിലുള്ള ചെക്സ് വേണം.